ആത്മീയ നിർവൃതിയുടെ പുണ്യതീരമായി ആറ്റൂർ ഒരുങ്ങുന്നു. പരശുരാമനാൽ പ്രതിഷ്ഠിക്കപ്പെട്ട 108 ദുർഗാ ക്ഷേത്രങ്ങളിൽ വിശിഷ്ടമായ ആറ്റൂർ ശ്രീ കാർത്യായനി ഭഗവതി ക്ഷേത്രത്തിൽ നവീകരണ കലശത്തിന് ഫെബ്രുവരി 20-ന് തിരിതെളിയുന്നു. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ കരുകന്നൂർ വടക്കേടത്തുമന നാരായണ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കുന്ന ഈ പുണ്യകർമ്മങ്ങളിൽ ഫെബ്രുവരി 27-നാണ് ഭക്തർ കാത്തിരിക്കുന്ന പുനഃപ്രതിഷ്ഠ. കലശ ദിനങ്ങളിൽ കലാവിരുന്നുകളും ഭക്തിപ്രഭാഷണങ്ങളും ക്ഷേത്രാങ്കണത്തിൽ ഒരുക്കിയിട്ടുണ്ട്. തലമുറകളിൽ ഒരിക്കൽ മാത്രം ലഭിക്കുന്ന ഈ പുണ്യാവസരത്തിൽ പങ്കുചേരാൻ എല്ലാ ഭക്തജനങ്ങളെയും ആറ്റൂരിലേക്ക് ഭക്തിപൂർവ്വം ക്ഷണിക്കുന്നു. ചേലക്കര തൊഴുപ്പാടം റോഡിലെ പരക്കാട് സെന്ററിൽ കോറി വാഹനങ്ങൾ തടഞ്ഞ് ഓട്ടോ തൊഴിലാളികളും പൊതുജനങ്ങളും പ്രതിഷേധിച്ചു. BMBC നിലവാരത്തിൽ നവീകരിച്ച റോഡിലൂടെ 100 കണക്കിന് ടോറസ് വാഹനങ്ങൾ കരിങ്കല്ലുമായി കടന്നുപോകുന്നത് പ്രദേശത്ത് അതിരൂക്ഷമായ പൊടിശല്യത്തിന് കാരണമാകുന്നുണ്ട്. മുൻകാലങ്ങളിൽ റോഡ് നനച്ചാണ് പൊടി ശമിപ്പിച്ചിരുന്നത് എങ്കിലും പുതിയ റോഡ് നനയ്ക്കുന്നത് തകർച്ചയ്ക്ക് കാരണമാകുമെന്നതിനാൽ നാട്ടുകാർ അത് തടഞ്ഞു. കോറിയിലേക്കുള്ള സ്വകാര്യ പാത ടാർ ചെയ്ത് പൊടിശല്യം പൂർണ്ണമായും ഒഴിവാക്കാതെ ഇനി വാഹനങ്ങൾ കടത്തിവിടില്ലെന്നാണ് സമരക്കാരുടെ നിലപാട്. നിലവിൽ ലോഡ് കയറ്റിയ വാഹനങ്ങളെ കടത്തിവിട്ടെങ്കിലും സ്വകാര്യ റോഡ് നവീകരിക്കുന്നതുവരെ മറ്റു വാഹനങ്ങൾ പ്രവേശിപ്പിക്കില്ലെന്ന് പ്രതിഷേധക്കാർ പ്രഖ്യാപിച്ചു. ജനകീയ സമരത്തിന് വാർഡ് മെമ്പർ എല്ലിശ്ശേരി വിശ്വനാഥനും പൂർണ്ണ പിന്തുണയുമായി രംഗത്തുണ്ട്. പരക്കാട് കറുകക്കടവ് റോഡ് പണി പൂർത്തീകരിച്ചിരിക്കുകയാണ്. ആ പൂർത്തീകരിച്ച സമയത്ത് കോറികളിൽ നിന്നുള്ള വണ്ടി കല്ലെടുത്ത് വരുമ്പോൾ പൊടിശല്യം രൂക്ഷമായ സാഹചര്യമാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ മുൻപ് ചെയ്തിരുന്ന പോലെ റോഡ് നനച്ചാൽ ഈ റോഡ് നിലനിൽക്കില്ല എന്നതുകൊണ്ട് റോഡ് നനയ്ക്കുന്ന കാര്യം സമ്മതിക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിന് ശാശ്വത പരിഹാരം കാണാൻ കഴിയുന്നത് കോറിക്കാർക്ക് മാത്രമാണ്. അപ്പോൾ ഇനി കല്ല് കയറ്റണമെങ്കിൽ കോറിയിലേക്കുള്ള റോഡ് 1 കിലോമീറ്റർ ദൂരമെങ്കിലും ടാറിങ് പൂർത്തീകരിച്ചാലേ കല്ലെടുക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ കല്ല് എടുത്ത വണ്ടികൾ തിരിച്ചു പോകുകയും ഇനി ഒരു കോറിക്കാർക്കും പുതിയതായിട്ട് വണ്ടി കയറ്റിയിട്ട് കല്ല് കൊടുക്കരുതെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് CCV.